ഇതിനെന്തെങ്കിലും തൂക്കിയെന്നേ കസവ് അല്ല, അത് വെയിറ്റിനാ. ഇതെന്താ സാധനം? അത് രണ്ട് പക്കം പൂ വീഴാനുള്ള അതാണ് ഡിസൈൻ. ഇപ്പുറത്തൊരു ഡിസൈൻ, അപ്പുറത്തൊരു ഡിസൈൻ, നടുക്കിലൊന്നും. ഇതിപ്പോ എന്താ നെയ്യണം? എന്ത് സാരിയാണോ? സാരി, സെറ്റ് സാരി. സാരി നിങ്ങൾ ഉടുത്തിരിക്കുന്ന സാരി, അതുപോലത്തെ സാരി സെറ്റ് അല്ല. അങ്ങനെ പിന്നെ കുത്താമ്പള്ളിയിലെത്തി. കുത്താമ്പള്ളിയിലെ വീഡിയോ ആണ് എടുക്കണത്. ഇന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ആര്യയുടെ ബൊട്ടീക്കിലേക്കുള്ള ആർക്കേഡ് അനോക്കിയിലേക്കുള്ള സാരികളും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കൂട്ടത്തിൽ ആദ്യം ഒരു കാര്യം പറയട്ടെ, എറണാകുളത്തുള്ള ആ ഭാഗത്തുള്ളവരൊക്കെ എൻ്റെ ചാനൽ കാണുന്നവർ ആർക്കേഡ് അനോക്കിയിൽ പോയി നോക്കിക്കോളും, മറക്കണ്ട. വൈറ്റ്ലയിൽ കണ്ണാടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് റോയൽ ഡ്രൈവിൻ്റെ ബാക്കിലായിട്ടാണ് ആർക്കേഡ് അനോക്കി. അതിൽ കയറി നോക്കാൻ മറക്കണ്ട. നമുക്ക് കുത്താമ്പള്ളി കളക്ഷൻസ് ഒക്കെ ഇനി അവിടെയും കിട്ടും കേട്ടോ, ഓൺലൈനും ഉണ്ട്, അല്ലാണ്ട് ഇൻസ്റ്റയിലൊക്കെ പോയി നോക്കിക്കോളും. അപ്പം ഞങ്ങളിങ്ങനെ വന്നത് കാഞ്ചനയിൽ വന്നു. അപ്പം അതുപോലെ എൻ്റെ കാഞ്ചനയിൽ ഞാൻ വന്നിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ നെയ്ത്ത് കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നെയ്ത്ത് കാണാൻ കൊണ്ടുവന്നാൽ നമുക്ക് എങ്ങനെയുണ്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വെക്കാം. ഓക്കെ, ഇതാണ് വീട്. അവരുടെ ലോകം മുഴുവൻ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. നെയ്ത്തും ഇതിൻ്റെ താമസവും ഒക്കെ ഇവിടെ തന്നെയാണ്. നെയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ചോദിച്ചറിയാം. ഇത് 2 കൊല്ലമായി എന്ന് പറഞ്ഞാൽ 2 കൊല്ലം ഇതന്നെ. നൂല് വരുന്നത് എങ്ങനെയാണ്? ഇതിനെ ചുറ്റി എടുത്തിട്ടാണ്. അതുപോലെ ഒരു തറ നെയ്യണമെങ്കിൽ വീട്ടിൽ എല്ലാവർക്കും പണിയുണ്ട്. ആവശ്യം വരുമ്പോ പുറത്തെടുക്കും. അത് പണ്ടത്തെ ചർക്കല്ലേ, അതിപ്പോ യൂസ് ചെയ്യുന്നു. അതെയോ? എല്ലാവർക്കും അത് ഒരു 20 ദിവസം കഴിഞ്ഞ ശേഷം ഇതൊക്കെ മാറ്റിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടാ പണിയെടുക്കുന്നത്. ഇതാ ഒരു ഡിസൈൻ. ഇത് കൈക്ക് വരുന്നത്, സെറ്റ് സാരിക്ക് കൈക്ക് വരുന്നത്. ഇത് നിങ്ങൾ ഇവിടെ നെയ്തിട്ട് ഒരുമിച്ച് ആൾക്കാര് വന്ന് നൂല് കൊടുത്തവര് വന്ന് കൊണ്ടുപോകും. കടക്കാര്. അമ്മയുടെ പേരെന്താ? എന്റെ പേരോ ചൗണ്ടമ്മാൾ. നമ്മുടെ കുലദൈവത്തിന്റെ പേര് തന്നെയാണ് അമ്മയുടെ പേര്. ഇവിടെ നമ്മുടെ തെരുവിൽ അമ്പലം ഉണ്ടല്ലോ, ആ ദൈവത്തിന്റെ പേര്. സുനിൽ, നമ്മള് പരിചയമായിട്ട് 2 കൊല്ലം. ഉത്സവത്തിന്റെ സമയം പറയാം. എവിടെ അല്ലേ ഫെബ്രുവരി പറയണേ, മെസ്സേജ് ഇടണം. ഇതിപ്പോ കൊണ്ടുപോകാൻ വേണ്ടി വെച്ച സാരിയാണ് അല്ലേ? വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാൻ. ഇതാണ് ഇപ്പൊ അതിൽ നെയ്യുന്നത് ഇതേപോലത്തെ 2 ഭാഗമാണ്. 2 ഭാഗം ഇതേപോലെ വരാൻ നെയ്യുന്നത്. ഇപ്പൊ അതിനും തന്നെയാ തുടങ്ങിയിരിക്കുന്നത്. നെയ്യാൻ അറിയോ? വായ്പുള്ളതൊക്കെ ചെയ്യും, വായ്പുള്ളതൊക്കെ ചെയ്യും. നൂലൊക്കെ റെഡിയാക്കി അതൊക്കെ ശരിയാക്കി തരും. നെയ്യാൻ മാത്രം അറിയില്ല. സൈഡ് പുട്ട മോഡലിൽ വരുന്നത്. എല്ലാ ദിവസവും പണിയെടുക്കണം. കടക്കന്നെ വേറെ പണിയാ. ഈ ഡിസൈൻ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ പല്ലുന്റെ വർക്ക് ചെയ്യണം, മുന്താണി വർക്കാണ് ചെയ്യുന്നത്. ഈ ഭാഗത്തുള്ള ഡിസൈൻ പെട്ടി വന്നിട്ട് മുന്താണിക്കുള്ളത്, ഈ സൈഡുള്ളത് വന്നിട്ട് ബോർഡറിന്. 2 ഡിസൈൻ പെട്ടി അല്ലേ? 2 ഡിസൈൻ. മലയാളിമാരുടെ നൂല് വാങ്ങിച്ചു. ഓ, അങ്ങനെ. ഓക്കെ.
നമ്മൾ ഏത് ഡിസൈൻ വേണം മാറാം. സാരിക്ക് വേറെ മാറ്റി എടുക്കും. ഡിസൈന് അട്ടകളാണ് അടുത്ത കൊമ്മയിടും. അത് കഴിഞ്ഞിട്ട് മാങ്ങ, ഇത് മയില്. ഇതിപ്പോ ഉണ്ടായി വന്നതല്ലേ ഇരിക്കണേ? ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യത്തെ, രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ. കംപ്ലൈന്റ് വന്നാൽ റിവേഴ്സ് എടുക്കും. കംപ്ലൈന്റ് വന്നാൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഡിസൈൻ. തെറ്റ് ഒരു സാരി ചെയ്യാൻ എത്ര ദിവസം വേണം? ഇപ്പൊ നീളത് ഒന്ന് 3.5 ദിവസം 4 ദിവസം വേണം. മാക്സിമം 4 ദിവസം. 4 ദിവസം. പിന്നെ അടുത്ത സാരിയും ഇതേപോലെ വേണമെങ്കിൽ ഇതേപോലെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഇത് തന്നെ എടുക്കാം. ഞാൻ ഒരു പാവിൽ വന്നിട്ട് 6 സാരിയാണ്. 2 മയില്, 2 മാങ്ങ, 2 കൊമ്മ. അതല്ല ചേട്ടാ, അപ്പൊ ഇതൊരു സാരി 3 ദിവസം എടുത്തു. 3 ദിവസം പിടിക്കും. ഓക്കെ. ഇനി ഇതേപോലെ ഒരു സാരിയും കൂടെ വേണമെങ്കിൽ വീണ്ടും അതേ 3 ദിവസം വേണ്ടേ? ഒരു സാരിയല്ലേ, രണ്ടാമത്തെ സാരി അതേപോലെ രണ്ടാമത്തെ വരികയല്ലോ. ഏട്ടന്റെ പേരെന്താ? എന്റെ പേര് യുവരാജൻ. അങ്ങനെ ആയി കിട്ടാൻ വലിയൊരു പണി. 3 ദിവസം 3.5 ദിവസത്തെ പണി. എല്ലാവരും പറയണം കൈത്തറി, ഇതാണ് ഒറിജിനൽ കൈത്തറി. ഇതാണ് നല്ല വെയിറ്റ് ഉണ്ട് സാരി, നല്ല വെയിറ്റ് ഉണ്ട്. ടിഷ്യൂ അല്ലേ? ടിഷ്യൂ. ശരി. എല്ലാവരും പണിയെടുക്കും. ഇത് എന്തിനാ യൂസ് ചെയ്യണം? ഇത് ഇതിലാണ് ചുറ്റും. പിന്നെ ഞാൻ ചേർക്കുന്നത് ഇതേക്കൊണ്ടില്ലേ, അത് ചേർക്കും. അവിടെ വന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് പുട്ട ഇങ്ങനെ കോർത്തില്ലേ, അതൊക്കെ കൊടുക്കും. പണിയുണ്ട്. പിന്നെ കുട്ടികളുണ്ടെങ്കിലേ 2 കശമെടുക്ക്, 2 കണ്ടിക്ക് പണിയുണ്ട്. ഇവിടെ വന്നിട്ട് കുട്ടികൾക്കൊക്കെ പണിയുണ്ട്. പണിയില്ലാത്തവർ ആരുമില്ല. അതാണ് ഇപ്പൊ ഇരിക്കുന്ന കുട്ടികൾ പഠിക്കുന്നില്ല. നമ്മൾ ഇത് വേണ്ട പറഞ്ഞിട്ട് പഠിക്കാൻ അയക്കുന്നത് അതാണ്. ഇതിലൊന്നും ഇല്ലമ്മ, എന്താ കഷ്ടപ്പെട്ടു. എല്ലാവരും കൂടി കഷ്ടപ്പെടണം. അതാണ് കാര്യം. ഇത്ര പേര് കഷ്ടപ്പെട്ട് ലാഭം മുഴുവൻ വലിയ കടക്കാർക്ക് വലിയ കടക്കാർക്ക് അവരെന്താ വെച്ചാൽ അങ്ങനെയുണ്ട്, അത് അങ്ങനെ പോകണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഉണ്ട്, ഇതിയെ പോകുന്നുണ്ട്. സാധാ തിരിയാ കുടിച്ച് മാറ്റി കൊടുക്കേണ്ടി വരും. പഴയ സുമംഗലി ഇപ്പൊ സുമംഗലി ഞാൻ മെയിനായിട്ട് ഇതെല്ലാം പണി എടുത്തിട്ടുണ്ടായിരുന്നു. മോഹിനിയാട്ടം, ഭരതനാട്യം, ദേവാസുരം, കവനദളം, ബന്ധുക്കൾ, ശത്രുക്കൾ, അതിലൊക്കെ മോഹിനിയാട്ടുണ്ട്. പിന്നെ ദേവാസുരം, പിന്നെ കുറച്ചുകൂടി മോഹൻലാൽ പടമുണ്ട്. അത് ശരി, അത് ശരി. അപ്പൊ അതെ, നമ്മള് വന്ന സ്ഥലം, ഞാന് ഒരു കുഞ്ഞ ഡാൻസറാണ്. എത്തിയത് അങ്ങനെ തന്നെയാണ് തോന്നുന്നു. കേരളത്തിലെ അവാർഡ് മേടിച്ചിട്ടുണ്ട് 2013. ഇതിന്റെ ഡിസൈനിന്റെ അതെയോ? അത് ശരി, അത് ശരി. 2013 മറ്റേ സർക്കാർ, സംസ്ഥാന സർക്കാരിന്റെ അല്ലേ? ശരി. അവാർഡ് വിന്നറുടെ കൂടെയാണ് കേട്ടോ നമ്മള് നിക്കണത്. സന്തോഷം. എന്തായാലും വണ്ടി, അത് ശരി. ആ വണ്ടി, അത് ശരി. സാറിന് കിട്ടിയ വാങ്ങിച്ചതാണ്. അതെ അല്ലേ? നമ്മള് നെയ്ത്തുകാരാണ്, ഒന്നിച്ച് കാശ് കാണാൻ പറ്റില്ല. നമ്മള് കലാമണ്ഡലത്തില് ഗോപി മാഷ് എന്ന് പറഞ്ഞ ഒരു മാഷുണ്ടായിരുന്നു. ആ ഗോപി മാഷിന്റെ അവിടെയാണ് നമ്മൾ തുണി കൊടുത്തത്. എറണാകുളത്തോ? അല്ല, 26 നമ്മുടെ പട്ടംകുന്നിലും. എന്റെ ടീച്ചറ് ഗോപി മാഷ് ടീച്ചറും ടീച്ചർ മാഷാണ്. മൃദംഗം മാഷ്. അവരുടെ വൈഫ് ശ്രീദേവി ടീച്ചർ എന്റെ ടീച്ചറാണ്. എന്റെ വീടിന്റെ തൊട്ടാണ്. ഇതിന്റെ ആളാണ്. മുന്നിലായിട്ട് 29 സ്റ്റോപ്പ്, 26 ഒരു ഫോട്ടോ കൂടി എടുക്കണം. എന്റെ ടീച്ചറിന്റെ അവിടെ, എന്റെ ടീച്ചർ തന്നെ കലാമണ്ഡലം ശ്രീദേവി ടീച്ചർ. ടീച്ചറുടെ ഹസ്ബൻഡ് ആളാണ്. അത് ശരി. ഷർട്ട് മുണ്ടൊക്കെ ഇത് മുറിച്ചിട്ട് ആളാണ്.
ഇവനും പോവും, ഇവിടെ അച്ഛനും പോവും. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ കല്യാണ തലേന്ന് ഞാൻ ഇട്ട സെറ്റും ഉണ്ട് ഒരു ഇവിടെ തന്നെ ആയിരിക്കാം. ഇവര് നെയ്ത് സെറ്റ് ഞാൻ ആ ഫോട്ടോ ഞാൻ സുനിലിന് അയച്ചു കൊടുക്കാം. ഫോട്ടോ ഉണ്ട് ഇപ്പോഴന്ന് വീഡിയോ ഒന്നുമില്ല. എന്റെ ടീച്ചർ എനിക്ക് തന്ന സെറ്റും ഉണ്ടാവും. അതെ ശരി ശരി. പിന്നെ അതുപോലെ തൃശ്ശൂരില് ഉണ്ണി എന്ന് പറഞ്ഞ ടൈലറാണ്, അവർക്ക് നമ്മളെ കൊടുക്കുന്നത്. അവിടെ കൊടുത്തിട്ടാണ് ബന്ധുക്കൾ സെറ്റിൽ പടം എടുക്കുമ്പോൾ ഷൂട്ടിങ്ങിന് തിരുവില്ലാമലേക്ക് തന്നെ എത്തിയത്. ഇവിടെ നിന്ന് എനിക്കറിയില്ല, ആള് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ബന്ധുക്കൾ സെറ്റുകൾ തിരുവില്ലാമല അമ്പലത്തിലാണ്. പിന്നെ ഷൊർണൂരില് റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് പിന്നെ ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു, അത് ഡാൻസ് മാസ്റ്ററാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ആ ജംഗ്ഷൻ നമ്മുടെ പാലത്തിൽ നമ്മൾ ചെറുതിട്ട് പാലത്തിൽ കിടക്കുമ്പോ അവിടെ കുറച്ചുപേര് നടന്നിട്ട് ലെഫ്റ്റ് സൈഡില് താഴെ വെച്ചിട്ടാണ് ആ മാഷ് വീട്ടിലേക്ക് വരുന്ന ആളാണ്. ആ മാഷ് നമ്മളെ തുണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് ഡാൻസ് മാസ്റ്റർ ഉണ്ട്. പിന്നെ കോഴിക്കോടില് 5 പീടികയില് അവിടെ ഒരു ടീച്ചറുണ്ട്, ഡാൻസ് ടീച്ചറുണ്ട്. അവർക്ക് ഞാൻ നെയ്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ഭരതനാട്യം മോഹിനിയാട്ടത്തിന് മെയിനായിട്ട് പണ്ട് നെയ്ത് പഠിച്ചത് അതിലാണ്. വലിയ സന്തോഷം, കൂടുതൽ സന്തോഷമായി എന്തായാലും. അപ്പൊ ചായ കിട്ടട്ടെ, കൈ നിറയെ അവാർഡ് കാണിക്കണം. ചായ വേണ്ട, ചായ വേണ്ട, അത് വേണ്ട 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 കാണിക്കൂ. അതിനൊരു സന്തോഷല്ലേ. നീർ മകനുണ്ട്, നീർ മകളുണ്ട്, അത് അതിലുണ്ട്, ഫോട്ടോയിലുണ്ട്. നോക്ക്, മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. മകള് തയ്യലോട് കൊടുത്തിരിക്കുക. 2 കുട്ടികൾ മടിയിൽ വെച്ചിട്ടിരിക്കുന്നത്. അപ്പുറത്ത് അത് മകളും മരുമകനും, ഈ നടുക്കിലുള്ളത് വലിയ മകന്, ഇപ്പുറത്തുള്ളത് ചെറിയ മകന്. എനിക്ക് കിട്ടിയ അവാർഡാണ് കേട്ടോ അത്. 2013 അച്ഛന്റെ പേരിലാണ്. അതെന്താ ഫ്രെയിം ചെയ്ത് വെക്കാത്ത? അതിന് ഫോട്ടോ, നല്ലൊരു ഫോട്ടോ വെച്ചിട്ടാണ് ഫോട്ടോ വെച്ചിട്ട്. അപ്പൊ ശരി, താങ്ക് യു. എന്തായാലും ഉത്സവത്തിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉത്സവത്തിന് വരുന്നു. ഞാൻ ആര് മാറുന്നല്ലേ? ആരെന്നോട് വെക്കും, ഞാനുള്ള ഫോട്ടോ. ഇത് സുനിലിന്റെ വീട് കേട്ടോ. ഞാൻ ഇതുവരെ വന്നിട്ടില്ല, സുനിലിന്റെ കടയിലേ വന്നിട്ടുള്ളൂ. അവിടെ ഇവിടെ ആയിട്ട് തിരിഞ്ഞു കളിക്കുന്നു, പക്ഷെ നിങ്ങളെ കണ്ടില്ല. പറഞ്ഞു പിന്നെ ഞങ്ങൾ കേറി വെള്ളമൊക്കെ കുടിച്ചു, പൂവായി. ഇതെന്റെ ഫ്രണ്ടാണ്, ഇതേ കൊണ്ട് വന്നതാണ്. മഴ പെയ്താലേ ഓടാണേ. അപ്പൊ ചോർച്ച ഇപ്പൊ മേടിച്ചുള്ളൂ. മേടിച്ചപ്പോ അത് തുണി വെക്കാനേ വിശ്വസിക്കാൻ പറ്റില്ല. മഴ വന്നാലേ അത് കയറി നോക്കിയാ അതാ പറയണേ. ഞാൻ വരുമ്പോ ആകെ ഒരു മുറിയെ കാണണ്ടായിരുന്നത്. ഞാൻ പരസ്യം ചെയ്തിട്ട് ഇത്രയായില്ലേ. ഞാനൊരു ദിവസം അതാവട്ടെ. നിങ്ങൾ വന്നല്ലോ, എന്റെ കട വലുതാവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തനിച്ച വന്നത് ഞങ്ങൾ 2 മാത്രം കടയിൽ. അതെ അതെ. നമ്മൾ ഒരു സാരി ഉടുത്ത് ചന്തത്തിൽ നടക്കണതിൻ്റെ പിന്നിലെ ബുദ്ധിമുട്ട് ആരാ അനുഭവിക്കണമെന്ന് മനസ്സിലായില്ലേ? ഞാനും ആര്യയും ബിബിയും കൂടിയിട്ടാണ് കുത്താമ്പള്ളി വന്നത്. ബിബിയാണ് ക്യാമറ എടുക്കണത്, വീഡിയോ ഒക്കെ എടുക്കണത്. സുനിൽ ഞങ്ങൾക്ക് മൊത്തം ഇവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതിവിടെ ചൗഡേശ്വരിയുടെ അമ്പലം അവർ പുതുക്കി പണിതതാണ്. ഇവിടുത്തെ അമ്പലങ്ങൾക്കൊക്കെ കർണാടക ടച്ച് വരുന്നുണ്ട്. ഇവർ അവിടുന്ന് വന്നവരാണ് എന്നാണ് ഐതിഹ്യം. കർണാടകയിൽ നിന്ന് നെയ്ത്തിന് വേണ്ടിയിട്ട് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്നാണ് പറയണത് കേട്ടോ. ഈ കല്ലിൻ്റെ പണി അമ്പലത്തിൻ്റെ ഇവിടെ ഇരുന്ന് ചെയ്തതാണ് കേട്ടോ. ഇനി അടുത്തത് ദാഹം മാറ്റലാണ്. സുനിൽ സർവത്ത് കുടിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ശരി സർവത്ത് കുടിക്കാമെന്ന് പറഞ്ഞു. എങ്കിലും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, സർബത്ത് നല്ലതാവില്ലേ, എസൻസ് കലർത്തിയ സർബത്താണോ എന്നൊക്കെ. സർബത്തിൻ്റെ കളർ കണ്ടറിയാം, ചിലത് ഭയങ്കര ചുവപ്പ് കളറിലുള്ള കുപ്പിയാവും, അത് എസൻസ് കൂട്ടിയതാവും. വീട്ടിൽ കാച്ചിയെന്നൊരു പ്രത്യേക സ്വാദാണ്. ഇത് മീന ചേച്ചിയുടെ സർബത്ത് കടയാണ്. ചേച്ചി വീട്ടിൽ കാച്ചുന്ന സർബത്താണെന്ന് പറഞ്ഞത്. ചില സർബത്ത് എസൻസ് ഇട്ടതാവും, അപ്പോൾ ഇതങ്ങനെ ആവില്ല, വീട്ടിൽ കാച്ചിയതാണെങ്കിൽ അടിപൊളിയാവും. പഞ്ചസാരയിലെ
ചളി കളയാനാണ് മുട്ട കൂട്ടുക സർബത്തിൽ. മുട്ട എന്നിട്ട് അത് കളയുകയും ചെയ്യും കേട്ടോ. പക്ഷേ ചിലതിന് മുട്ട സ്വാദ് വരാറുണ്ട്. ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കുടിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം. എന്തായാലും വീട്ടിൽ കാച്ചുന്ന സർബത്താണല്ലോ, അപ്പോൾ സൂപ്പറാവാതിരിക്കാൻ വഴിയില്ല, അടിപൊളിയാവും. ഇത് അടിപൊളി, സൂപ്പർ. മുട്ടയുടെ സ്വാദൊന്നുമില്ല, സൂപ്പറായിട്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതേ ഭാരതപ്പുഴയുടെ തീരത്തേക്ക് എത്തി. ഇതിൻ്റെ അപ്പുറം മായന്നൂരാണ്. ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടുപരിചയമുണ്ടോ? ഏതെങ്കിലും സിനിമയിലൊക്കെ അറിയണവരൊന്ന് കമൻറ്റിൽ പറയൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ദൃശ്യവിരുന്നിൻ്റെ വലിയൊരു നന്ദി പറയേണ്ടത് ആദ്യം സുനിലിനോടാണ്. പിന്നെ ക്യാമറയിൽ പകർത്തി തന്നത് ബിപിയാണ്. കുത്താമ്പുള്ളിയിലെ നെയ്ത്ത് കാണിച്ചത് ശൗഡേശ്വരി അമ്മയുടെ മകൻ യുവരാജേട്ടനാണ്. അപ്പോൾ എല്ലാവർക്കും വലിയ താങ്ക്സ് കേട്ടോ, ഇങ്ങനൊരു നല്ലൊരു ദൃശ്യവിരുന്ന് തന്നതിന്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.